മലയാള സിനിമയിലെ ഹിറ്റ് കോംബോയാണ് മോഹൻലാൽ പ്രിയദർശൻ എന്നിവരുടേത്. പ്രിയദർശന്റെ ആദ്യ ചിത്രമായ പൂച്ചക്കൊരു മൂക്കുത്തിലൂടെ ആരംഭിച്ച കോംബോ മലയാളികൾക്ക് ഒരുപിടി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചു. ചിത്രം, കിലുക്കം, തേന്മാവിൻകൊമ്പത്ത്, അരം പ്ലസ് അരം, കിന്നരം, വന്ദനം, കാലാപ്പനി തുടങ്ങി ക്ലാസിക് സിനിമകൾ ഈ കോംബോയിലൂടെ മലയാളി സിനിമാ പ്രേമികൾക്ക് ലഭിച്ചു. 40 വർഷത്തെ സിനിമാ കരിയറിൽ മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 99 സിനിമകൾ പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. പ്രിയദർശന്റെ 100ാമത്തെ സിനിമയിൽ നായകനാകണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് മോഹൻലാൽ അടുത്തിടെ പറഞ്ഞിരുന്നു. ഒരു സംവിധായകന്റെ ആദ്യത്തെ സിനിമയിലും 100ാമത്തെ സിനിമയിലും നായകനാവുക എന്ന അപൂർവ ഭാഗ്യം മറ്റൊരു നടനും ലഭിച്ചില്ലെന്നും അത് തന്നിലൂടെ ആദ്യം സംഭവിക്കണമെന്ന ചെറിയൊരു മോഹമുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞത്. തങ്ങൾ ഒന്നിക്കുമ്പോൾ ഒരിക്കലും പ്രേക്ഷകർക്ക് മോശം സിനിമ നൽകരുതെന്നാണ് ചിന്തിക്കുന്നതെന്നും പറയുകയാണ് മോഹൻലാൽ. ഓരോ തവണ ഒന്നിക്കുമ്പോഴും അത് നല്ലതാകണമെന്ന് മാത്രമേ എപ്പോഴും ചിന്തിക്കാറുള്ളത് എന്ന് മോഹൻലാൽ പറഞ്ഞു. തങ്ങൾ അവസാനമായി ഒന്നിച്ച മരക്കാർ നല്ല സിനിമയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്നും ഇന്ത്യയിലെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. അടുത്ത സിനിമ ഇതിലും മികച്ചതാകുമെന്ന ചിന്തയാണ് ഉള്ളതെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു അഭിമുഖത്തിലായിരുന്നു മോഹൻലാൽ ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. എന്റെ സിനിമാ ജീവിതത്തിലും പ്രിയന്റെ സിനിമാ ജീവിതത്തിലും നാഴികക്കല്ലായി മാറിയ പല സിനിമകളുണ്ട്. അതിൽ ചിലത് വലിയ വിജയമാകുമ്പോൾ ചിലത് ഉദ്ദേശിച്ച രീതിയിൽ എത്തില്ല. മോശമാകുമെന്ന് വിചാരിച്ചല്ല ഇതൊന്നും ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്തു കഴിഞ്ഞ സിനിമ മരക്കാർ ഇന്ത്യയിലെ മികച്ച സിനിമയായി മാറി. അടുത്ത സിനിമ ഇതിലും മികച്ചതാക്കാനാണ് ശ്രമിക്കുക. 100 സിനിമ ചെയ്യുമ്പോൾ 1-2 സിനിമ നന്നായെന്ന് വരില്ല. എല്ലാ സിനിമയും നന്നാക്കാനും എല്ലാ സിനിമയും മോശമാക്കാനും ഒരു സംവിധായകനും പറ്റില്ല. അതുകൊണ്ട് പരാജയത്തിൽ വിഷമിക്കാറില്ല. അടുത്ത സിനിമയിൽ കൂടുതൽ നന്നാക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. പരാജയവും വിജയവും ഈ കൂട്ടത്തിലുള്ളതാണ്. ഓരോ സിനിമയ്ക്കും കൊടുക്കുന്ന ആത്മാർത്ഥത ഒരുപോലെയാണ്. മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെ: നമ്മളെന്നും സൂപ്പർ താരങ്ങളെയും സൂപ്പർ സംവിധായകരുടെയും അവരുടെ സിനിമകളെയും ഒക്കെ ആരാധിക്കാറുണ്ട്. സൂപ്പർ താരങ്ങളിലേക്ക് നമ്മുടെ വലിയ ആരാധന കൂടുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്തിയത്. സൂപ്പർ താരത്തോട് ഭ്രാന്തമായ ആരാധന. താരത്തിന്റെ വീട്ടിൽ വേലക്കാരിയായി മന്ത്രിപുത്രി കഴിഞ്ഞത് 20 ദിവസം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞെട്ടിപ്പിച്ച ആ ഒരു സംഭവം. ഒരു താരത്തോടുള്ള ആരാധന എന്തൊക്കെ ചെയ്യിപ്പിക്കും എന്നത് അതിശയിപ്പിക്കുന്നതാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? 1990കളിലെ ഏറ്റവും ജനപ്രിയനായ ബോളിവുഡ് താരമായിരുന്നു ഗോവിന്ദ. വലിയൊരു ഫാൻ ബേസ് തന്നെ ഗോവിന്ദയ്ക്ക് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, നിരവധി സ്ത്രീകൾ അക്കാലത്ത് ഗോവിന്ദയുടെ വീട്ടിന് ചുറ്റും സിനിമാ സെറ്റുകൾക്കും പുറത്ത് സ്ത്രീകൾ തടിച്ചുകൂടുന്നതും പതിവായിരുന്നു. ഇപ്പോഴിതാ ഗോവിന്ദയുടെ ഭാര്യ സുനിത ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായാണ് രംഗത്തെത്തിയിട്ടുള്ളത്. 1990കളിൽ ഗോവിന്ദയുടെ കടുത്ത ആരാധികയായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും ഇവർ വീട്ടുജോലിക്കാരിയായി അഭിനയിച്ച് 20 ദിവസം ഗോവിന്ദയുടെ വീട്ടിനുള്ളിൽ താമസിച്ചുവെന്നുമാണ് ഗോവിന്ദയുടെ ഭാര്യ സുനിത വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിലെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമെന്തെന്നാൽ ആ കടുത്ത ആരാധികയായ യുവതി യഥാർത്ഥത്തിൽ ഒരു മന്ത്രിയുടെ മകളായിരുന്നു. ടൈം ഔട്ട് വിത്ത് അങ്കിത് എന്ന പോഡ്കാസ്റ്റിലാണ് സുനിത ഗോവിന്ദ സിനിമാ രംഗത്ത് സജീവമായ കാലത്തുണ്ടായ ആരാധകയുടെ ശല്യം സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി പങ്കുവച്ചത്. ഒരു വീട്ടുജോലിക്കാരി എന്ന രീതിയിൽ ആ ആരാധിക വീട്ടുജോലിക്ക് വന്നു. അവർ ഏകദേശം 20-22 ദിവസം ഞങ്ങളോടൊപ്പം താമസിച്ചു. അവർ ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ളവളാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അന്ന് ഞാൻ ചെറുപ്പമായിരുന്നുവെന്നും തനിക്ക് സംശയം തോന്നിയെന്നും സുനിത പറയുന്നു. അവൾ വളരെ വൈകിയും എഴുന്നേറ്റ് ഗോവിന്ദയെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. അതെന്നെ ഞെട്ടിച്ചു. അങ്ങനെ ഒരിക്കൽ ഞാൻ അവളുടെ പശ്ചാത്തലം വിശദമായി അന്വേഷിച്ചു. ചില സത്യങ്ങൾ ഞാൻ കണ്ടെത്തി. ഒടുവിൽ അവൾ ഏതോ മന്ത്രിയുടെ മകളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്നാണ് സുനിത പറഞ്ഞത്. ഇതെല്ലാം വെച്ച് ചോദ്യം ചെയ്തപ്പോൾ അവൾ കരയുകയും താൻ ഗോവിന്ദയുടെ ആരാധികയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവളുടെ അച്ഛൻ വന്നു. 4 കാറുകളുടെ അകമ്പടിയോടെയാണ് മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ അയാൾ എത്തിയത്. ഗോവിന്ദയ്ക്ക് അക്കാലത്തുണ്ടായ ഫോളോവേഴ്സ് ഇത്തരത്തിലാണ്. ചിലപ്പോൾ ഇന്നത്തെ വൻ താരങ്ങൾക്ക് പോലും ഇത്രയും വൈൽഡ് ഫാൻസ് കാണില്ലെന്നും സുനിത പറയുന്നുണ്ട്.